ADGP MR അജിത് കുമാറിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി PV അൻവർ MLA. MR അജിത് കുമാറിന് കസേര മാറ്റമല്ല നൽകേണ്ടത്, സസ്പെൻഡ് ചെയ്യുകയാണ് വേണ്ടത്. അജിത് കുമാർ ഫ്ളാറ്റ് വാങ്ങിയതും വിറ്റതും കള്ളപ്പണമിടപാടാണ്. അജിത് കുമാറിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. കൈവിടാതെ പൊതുസമൂഹത്തെ പച്ചയായി കബളിപ്പിക്കുകയാണെന്നും അൻവർ പറഞ്ഞു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് KT ജലീൽ MLA നടത്തിയ പ്രസ്താവനയോടും PV അൻവർ പ്രതികരിച്ചിരുന്നു. സ്വർണം കടത്തുന്നത് ഒരു സമുദായമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട കാര്യമാണെന്ന് അൻവർ പറഞ്ഞു. പ്രസ്താവന താൻ കേട്ടിട്ടില്ല. ജലീൽ അത്രയ്ക്ക് തരം താഴുമോ എന്ന് അൻവർ ചോദിച്ചു. കേരളത്തിൽ പൂരം വരെ കലക്കി BJP വഴിയൊരുക്കുകയാണ്. നിയമസഭയിൽ സീറ്റ് മാറ്റിയതിനെതിരെ സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. തന്നെ നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തേക്കാം. അങ്ങനെ ഉണ്ടായാൽ നിയമപരമായി തന്നെ ഇതിനെയെല്ലാം നേരിടും. എല്ലാ അഭ്യാസവും നടത്തി തന്നെയാണ് നിൽക്കുന്നത്. നിവർത്തിയില്ലാതെ വന്നാൽ MLA സ്ഥാനം വിടുമെന്നാണ് അൻവർ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്. ചെന്നൈയിൽ പോയ കാര്യം പുറത്തുവിടാനായിട്ടില്ല. രൂപീകരിക്കുന്ന കൂട്ടായ്മയുടെ ഭാഗമായാണ് അവിടെ പോയത്. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി തനിക്ക് ഔദ്യോഗിക അറിയിപ്പൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. P. ശശിക്കെതിരായി നൽകിയ പരാതി സഖാക്കളും പൊതുസമൂഹവും പരിശോധിക്കട്ടെ. പശ്ചിമ ബംഗാളിലെ അവസ്ഥയിലേക്കാണ് CPM പോകുന്നത്. കെട്ടിവച്ച പണം പോലും കിട്ടാത്ത സ്ഥിതിയിലേക്ക് CPM സ്ഥാനാർത്ഥികൾ മാറും. CPM DYFI നേതാക്കൾ പറയുന്നത് നേതാക്കളുടെ അഭിപ്രായം മാത്രമാണ്. താഴേക്കിറങ്ങട്ടെ, അണികൾ പ്രതികരിക്കുമെന്ന് PV അൻവർ പറഞ്ഞു. ADGP സ്വർണം കടത്തിയതിൽ, പൂരം കലക്കിയതിൽ കേസില്ല. ഫോൺ ചോർത്തുന്നുവെന്ന് പറഞ്ഞതിന് തന്റെ പേരിൽ കേസും നടക്കട്ടെ. തനിക്കെതിരെ ഇനിയും പല കേസുകളും വരാം. ചിലപ്പോൾ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്തേക്കാം. ADGP മുഖ്യമന്ത്രിയുടെ സീമന്തപുത്രനാണ്. എന്തു വില കൊടുത്തും BJPയെ ചെറുക്കുകയാണ് തമിഴ്നാട്ടിൽ DMK എന്നും അൻവർ പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനും CPMനുമെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച് LDF വിട്ട PV അൻവർ പുതിയ പാർട്ടി രൂപീകരിച്ച് തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ DMKയുടെ സഖ്യകക്ഷിയായി കേരളത്തിൽ പ്രവർത്തിക്കാൻ നീക്കം. പാർട്ടിയുടെ പേര് PV അൻവർ പ്രഖ്യാപിച്ചു. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നാണ് പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് പേര് നൽകിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ദ്രാവിഡ മുന്നേറ്റ കഴകവുമായി സഖ്യത്തിനായുള്ള ശ്രമവും നടക്കുന്നുണ്ട്. DMKയുടെ സഖ്യകക്ഷിയായി കേരളത്തിൽ പ്രവർത്തിക്കുമെന്നാണ് അൻവറിന് ഒപ്പമുള്ള നേതാക്കൾ പറയുന്നത്. പാർട്ടിയെ DMKയുടെ സഖ്യകക്ഷിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അൻവർ സ്റ്റാലിന് കത്ത് നൽകിയിട്ടുണ്ട്. ഞായറാഴ്ച മലപ്പുറം മഞ്ചേരിയിൽ പാർട്ടി പ്രഖ്യാപനം നടത്തുമെന്നാണ് വിവരം. PV അൻവർ MLA DMKയിലേക്കെന്ന സൂചനകളുണ്ടായിരുന്നു. അൻവർ ചെന്നൈയിലെത്തി DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. ശനിയാഴ്ച പുലർച്ചെയാണ് PV അൻവർ മഞ്ചേരിയിലെ വസതിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയത്. പുതിയ പാർട്ടി രൂപീകരിച്ച് DMKയുമായി സഹകരിച്ച് ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയെന്ന നയം സ്വീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന് പിന്നാലെയാണ് പുതിയ പാർട്ടിയുടെ പേര് പ്രഖ്യാപിച്ചത്. CPMനോടും പിണറായി വിജയനോടും അടുത്ത ബന്ധം പുലർത്തുന്ന MK സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന DMKയിലേക്കുള്ള അൻവറിന്റെ പ്രവേശനം രാഷ്ട്രീയ ലോകത്ത് ചർച്ചയായിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിൽ വേരുറപ്പിക്കാനുള്ള DMK ശ്രമങ്ങൾക്ക് ഇത് കരുത്തു പകരുമെന്ന് റിപ്പോർട്ടുകളുണ്ട്.